ബുദ്ധദേബിന് വിട. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേബ് ഭട്ടാചാര്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. രോഗബാധിതനായി ഏറെ നാളായി കൊൽക്കത്തയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. ബംഗാൾ രാഷ്ട്രീയത്തിനും സാംസ്കാരിക ലോകത്തിനും ഏറെ സംഭാവന നൽകിയ നേതാവായ ബുദ്ധയുടെ ഭരണകാലഘട്ടം ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി സാക്ഷ്യം വഹിച്ചതാണ്. സംസ്കാരം പിന്നീട് നടക്കും. കൊൽക്കത്തയിലെ ബാലിഗഞ്ച് പാം അവന്യൂവിലെ വീട്ടിൽ രാവിലെ 8:20 അന്ത്യം. ശ്വാസസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്നു ബുദ്ധദേബ് ഭട്ടാചാര്യ. ഇന്നലെ രാത്രി 11 മണിയോടെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പോയെങ്കിലും പുലർച്ചെ വീട്ടിലേക്ക് മടങ്ങി. രാവിലെ 8 മണിയോടെ വീണ്ടും ശ്വാസതടസ്സം നേരിട്ട് പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. 2001 മുതൽ 2011 വരെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേബ് 2018 ശേഷം അസുഖങ്ങളെ തുടർന്ന് പാർട്ടി ഉത്തരവാദിത്വങ്ങൾ ഓരോന്നായി ഒഴിഞ്ഞിരുന്നു. CPIM PB അംഗത്വം ഉൾപ്പെടെ കഴിഞ്ഞ 4 വർഷത്തോളമായി വളരെ കുറച്ച് പാർട്ടി പരിപാടികളിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുത്തിരുന്നത്. 2 വർഷം മുൻപ് കൊൽക്കത്ത ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടന്ന CPIM പരിപാടിയിൽ അനാരോഗ്യം അവഗണിച്ച് ബുദ്ധദേബ് എത്തുകയും ചെയ്തു. 77-ൽ ജ്യോതി ബസു സർക്കാരിൽ MLA ആയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തുടക്കം. ജ്യോതി ബസു സർക്കാരിൽ പിന്നീട് മന്ത്രിയായി. 29 വർഷം നിയമസഭാംഗമായ അദ്ദേഹം 6 തവണ മന്ത്രിയായി. 1999-ൽ ഉപമുഖ്യമന്ത്രിയായി. 2001 മുതൽ 11 വർഷം ബംഗാൾ മുഖ്യമന്ത്രിയുമായി. ഭാര്യ മീര ഭട്ടാചാര്യ, മകൾ സുചേതന. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.